ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആ പണം മോഷണം പോയതിന്റെ പിന്നിലെ ശ്രുതിയാണെന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ രേവതി കണ്ടുപിടിക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതിയുടെ പുതിയ സംരംഭം പച്ച പിടിക്കുകയാണ്. അതായത് വലിയൊരു ഓഡിറ്റോറിയത്തിന്റെ ഡെക്കറേഷൻ രേവതിക്ക് തന്നെ കിട്ടുകയാണ്. ആ ഒരു സന്തോഷം വീട്ടിൽ വന്ന് എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുധിയും ചന്ദ്രമതിയും വ്രതം എടുത്തിരിക്കുന്നുണ്ട്. അവർക്ക് ബിരിയാണി കഴിക്കാനും പറ്റുന്നില്ല. അവരിങ്ങനെ രേവതിയും സച്ചിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നൊരു ദിവസം ഭാമയുടെ വീട്ടിലേക്ക് വീണ്ടും രേവതി പൂവ് എടുക്കാനായിട്ട് ചെല്ലുകയാണ്. സ്ഥിരം ഭാമ പൂവ് മേടിക്കുന്നത് രേവതിയുടെ കയ്യിൽ നിന്നായതുകൊണ്ട് തന്നെ രേവതിയുടെ കയ്യിൽ നിന്ന് പൂക്കളൊക്കെ മേടിച്ചതിന് ശേഷം ഭാമ പൂക്കളെ പറ്റി പുകഴ്ത്തി പറയുകയാണ്. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള പൂക്കൾ മാത്രം ഞാൻ മേടിക്കുന്നത്, അതാകുമ്പോൾ നല്ല ഫ്രഷ് പൂക്കളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ പൂക്കളൊക്കെ ഒന്ന് എടുത്ത് മണപ്പിക്കുകയാണ് ഭാമ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ ഭാമാൻറ്റി, ദൈവത്തിന് ചൂടാനുള്ള പൂക്കൾ മണക്കരുതെന്ന് പറയുകയാണ്. അയ്യോ അത് ശരിയാണല്ലോ മോളെ, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ ദിവസം ചെല്ലുന്തോറും ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുക എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ തലവേദന എടുത്തിരിക്കുക, മനസ്സിനാണെങ്കിൽ ഒരു സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുമ്പോഴേക്കും തന്നെ അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, ആണോ അത് എന്ത് പറ്റി ഭാമാൻറ്റി, ഹോസ്പിറ്റലിൽ വല്ലതും പോണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അയ്യോ അതല്ല മോളെ, നിനക്കറിയാവില്ല രേവതി, കാര്യങ്ങളൊക്കെ ഈ നടന്ന സംഭവങ്ങളൊക്കെ എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, ഉറക്കം പോലും മര്യാദയ്ക്ക് വരുന്നില്ല മോളെ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ചന്ദ്രയാണെങ്കിൽ ദിവസം എന്നെ 2-3 തവണ വിളിച്ചുകൊണ്ടിരുന്നതാ. അവളിപ്പോൾ എന്നെ വിളിക്കുന്ന പോലുമില്ല. ഞാൻ വിളിച്ചാലും വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അത് മാത്രമാണോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പോലും അവൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയോ എന്നെ ഒന്നും മര്യാദയ്ക്ക് മൈൻഡ് ചെയ്യുകയോ പോലും ചെയ്തില്ലല്ലോ. എനിക്കറിയാം അവൾക്ക് എന്നോട് നല്ല ദേഷ്യമായി. ഇപ്പോഴും മോളുടെ അനിയന്റെ പേരിൽ ചന്ദ്ര എന്ന് കേസ് കൊടുത്തപ്പം അത് പിൻവലിക്കാനായിട്ട് വക്കീൽ ഇവിടെ വന്ന് അവളുടെ കയ്യിൽ 2 ലക്ഷം രൂപ കൊടുത്തായിരുന്നല്ലോ. ആ 2 ലക്ഷം രൂപ കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത്. അല്ലെങ്കിൽ ആ കാശ് അവളുടെ കയ്യിൽ തന്നെ ഇരുന്നേനെ. ഇപ്പൊ ഞാൻ കാരണം അവൾക്ക് ആ കാശ് നഷ്ടമായില്ലേ. അതുകൊണ്ടായിരിക്കും അവളെന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. അല്ലേ മോളെ, ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ മോളെ. സച്ചിമോന്റെ സങ്കടം കണ്ടപ്പം എനിക്ക് അതിലപ്പുറം വയ്യാതായി. അവൻ അത്രയും വിഷമിച്ച് അന്ന് ഇവിടെ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അമ്മയ്ക്കോ രേവതി ഇഷ്ടമല്ല. ഇപ്പൊ അമ്മയുടെ കൂടെ കൂടി ആന്റിയും രേവതി അങ്ങനെയാണോ കാണുന്നത്? രേവതിനെ ആന്റിക്ക് ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവൻ എന്നോട് ചോദിച്ചു. അത്രയും അവൻ വിഷമിച്ചുകൊണ്ടാണ് ഞാൻ അവനോട് സത്യമൊക്കെ പറഞ്ഞത്. സച്ചിയെ പോലെ ഒരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം. സച്ചിമോൻ ഇത്രയും വിഷമിച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സച്ചിയുടെ സ്നേഹം അവൾ എന്താ മോളെ മനസ്സിലാക്കാത്തെന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത്. അപ്പൊ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാകുന്ന തലവനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട്, മോളെ മോക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? മോളെ എന്നെ കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിച്ചോ? ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനല്ല അവളെ ഫോൺ വിളിച്ചത്. അവൾ തന്നെയാ മോളെ ഇങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചിട്ട് നിന്നെ സംശയം ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ മോളെ അങ്ങനെ കളിയാക്കി ചിത്രീകരിക്കുമെന്നൊക്കെ തന്നെ ഭാമ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇല്ല ആന്റി, എനിക്ക് ആന്റി അറിയാമല്ലോ, ഞാൻ ആന്റിയെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ആന്റി അങ്ങനെ പറയില്ലെന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ രേവതി. അപ്പൊ ഭാമ പറയുന്നുണ്ട്, മോളെ എനിക്കത് മതി, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയല്ലോ. പക്ഷെ 30 വർഷം കൊണ്ട് ഞാനും ചന്ദ്രനും സുഹൃത്തുക്കളാണ്, എന്നിട്ട് അവള് പോലും എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ. രവീന്ദ്രനെ പോലെ നല്ലൊരു അച്ഛനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. രവിയേട്ടനായതുകൊണ്ടാണ് ഇത്രയും ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. ചന്ദ്രയോട് സ്നേഹമുള്ളതുകൊണ്ട് ചന്ദ്രയുടെ എല്ലാം തെറ്റും ക്ഷമിച്ച് കൂടെ നിൽക്കുകയല്ലേ രവിയേട്ടൻ. വേറൊരു ഭർത്താവല്ലോ ആയിരുന്നെങ്കിൽ ചന്ദ്രയുടെ സ്വഭാവത്തിന് എപ്പോഴും അവളെ അവിടെ നിന്ന് ഓടിച്ചേനെ. അതുപോലെ ഞാൻ ചില സമയത്ത് ചന്ദ്രയുടെ വായിന്ന് വീഴുന്ന ഓരോ വർത്താനം അത് കേൾക്കുന്ന ആർക്കെങ്കിലും വിഷമാവുമെന്ന് പോലും അവൾ ചിന്തിക്കാറില്ല. ഒന്നും നോക്കിയും കണ്ടു പോലും അവൾ സംസാരിക്കുകയില്ല. അവളുടെ വായി തോന്നുന്നൊക്കെ അവൾ വിളിച്ചു വരും. അതിപ്പോൾ ആരാണെങ്കിലും ശരി. എനിക്കാണെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് സഹിക്കാനും പറ്റുന്നില്ല. എനിക്കത് വല്ലാത്ത വിഷമായി പോയി എന്നൊക്കെ തന്നെ ഭാമ രേവതിയോട് ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഭാമാന്റെ ഇങ്ങനെ സങ്കടം പറയുന്ന കേൾക്കുമ്പോഴേക്കും രേവതിക്കും അത് വിഷമാവുന്നുണ്ട്. ഭാമ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, നല്ലൊരു ഭർത്താവ്, നല്ല മക്കള്, നല്ല മരുമക്കള് എല്ലാം അവൾക്ക് കിട്ടി. പക്ഷെ അതൊന്നും തന്നെ അവൾ മനസ്സിലാക്കുന്നുമില്ല. ആരുടെ സ്നേഹം അവൾ തിരിച്ചറിയുന്നുമില്ല. നിന്നെപ്പോലെ നല്ലൊരു മരുമകളെ അവൾക്ക് കിട്ടി. പക്ഷെ അവളാണെങ്കിലോ എന്തിനും ഏതിനും എപ്പോൾ നോക്കിയാലും നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. നീ പൂ കിട്ടുന്നവളാണെന്നും പറഞ്ഞ് ഏത് നേരവും നിന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവള് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ ആന്റി, അതൊക്കെ എനിക്ക് ശീലമായില്ലേ ആന്റി. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ രേവതി. ഭാമ പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, അവളുടെ വായിന്ന് ചീത്ത കേൾക്കാതെ ഒരു ദിവസമെങ്കിലും ഉണ്ടോ മോളെ? എല്ലാ ദിവസവും എപ്പോൾ നോക്കിയാലും അവളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. മക്കളെ പോലും ഒരുപോലെ കാണാൻ സാധിക്കാത്ത അവളെങ്ങനെയാ മരുമക്കളെ ഒരുപോലെ കാണുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊണ്ടുവന്ന മരുമോള് അവളും നല്ലവളാ ശ്രുതി. നിന്നെ പോലെ തന്നെ എല്ലാ ഗുണമുള്ള കുട്ടിയാ ശ്രുതിയും. അവളും നീയൊക്കെ ഏകദേശം ഒരേപോലെയാ. ചന്ദ്രയ്ക്ക് ഇതുപോലെ സ്നേഹമുള്ള 2 മരുമക്കളെ കിട്ടിയല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ ഭാമയെ ഒന്ന് നോക്കുന്നുണ്ട്. ശ്രുതിയുടെ കാര്യം ഭാമാന്റി പറയുന്നത് കേട്ടപ്പോഴേക്കും രേവതിക്ക് എവിടെയോ ഒരു സംശയം തോന്നിയാണ് കേട്ടോ. രേവതി ഇങ്ങനെ ഭാമയെ നോക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, വെറുതെ പറഞ്ഞല്ല മോളെ,
ഇപ്പോഴുണ്ടായി ഈ പ്രശ്നം തന്നെ ഒന്ന് നോക്കിക്കേ. രേവതിയാണ് ആ കാശ് എടുത്തെന്നും പറഞ്ഞ് അമ്മ രേവതി ചേച്ചി എന്തൊക്കെ പറഞ്ഞു. രേവതി ചേച്ചിക്ക് ആകെ ചീത്തപ്പേരായി. അതിലുപരി വീട്ടിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ കഴുത്തി കിടന്നിരുന്ന താലിമാല വരെ വെച്ചിട്ടാ 2 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത്. മോഷണം പോയ കാശിന് പകരം അവൾ കൊണ്ടു തന്ന കാശ് അതെന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ നമ്മുടെ ബാമ. അത് കേൾക്കുമ്പോഴേക്കും രേവതി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്ത്, ശ്രുതിയോ? ശ്രുതി താലിമാല വിറ്റുന്നോ? ആ അതേ മോളെ. എന്നിട്ട് 2 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് കാണാതെ പോയ പൈസ കിട്ടിയെന്ന് ചന്ദ്രയെ വിളിച്ച് പറയാൻ പറഞ്ഞു എന്നും പറയുകയാണ്. എന്നിട്ട് മോഷണം പോയ പൈസ കിട്ടിയെന്ന് ചന്ദ്രയെ വിളിച്ച് പറയാനും അവളിനോട് പറഞ്ഞു എന്നും പറയുകയാണ്. രേവതിക്ക് ഇതൊന്നും അങ്ങോട്ട് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആന്റി എന്താ ഈ പറയുന്നത്? താലിമാല വിട്ടിട്ട് കാശ് തന്നോ? അതേ മോളെ, കുടുംബത്തിൽ വഴക്കൊന്നും ഉണ്ടാകാൻ പാടില്ല, സമാധാനം വേണം. രേവതി ആ കാശ് എടുത്തെന്ന് പറഞ്ഞ് അമ്മ രേവതിയുടെ തലയിൽ ആ കുറ്റം ചുമത്തിയില്ലേ? രേവതി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ളതും തെളിയിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാ അവൾ എന്നെ ഞാൻ കാശ് ഏൽപ്പിച്ചെന്ന് തന്നെ ബാമ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രയെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറയുകയാണ്. അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്ന മോളെ എന്നിങ്ങനെ ബാമ ചോദിക്കുമ്പോഴേക്കും ഇല്ല ആന്റി, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പൊ ബാമയ്ക്ക് ഭയങ്കര ടെൻഷനാവുകയാണ് കേട്ടോ. അയ്യോ, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നോ? അയ്യോ മോളെ, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? അവളിനി രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യമായിരിക്കും ഇത് എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചതിനെ ബാമ പറയുകയാണ്. രേവതി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, മോളെ ഇനി ഇത് ആരോടും പറയല്ലേ. ഇല്ല ആന്റി, ഞാൻ ഇത് ആരോടും പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. പക്ഷെ ശ്രുതി എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അവൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയൊന്നുമില്ല. ഇല്ലാത്തവളാണല്ലോ എന്നിങ്ങനെ രേവതി മനസ്സിൽ വിചാരിക്കുകയാണ്. ഭാമ വീണ്ടും ടെൻഷൻ ആയിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ ഇത് ശ്രുതി എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാൻ മോളോട് അറിയാതെ പറഞ്ഞുപോയി. മോൾ ഇനി ഇത് ആരെയും അറിയിക്കാൻ നിൽക്കണ്ട, ഇത് ഇതോടെ അങ്ങ് കഴിഞ്ഞു പൊക്കോട്ടെ എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇല്ല ആന്റി, ഞാൻ ആരോടും പറയുന്നില്ല, ഇനി ഇതൊരു പ്രശ്നം ആക്കുന്നില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ബാമയുടെ പൂവൊക്കെ കൊടുത്തിട്ട് തന്നെ രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ രേവതിയുടെ മനസ്സിൽ ഇത് തന്നെയാണ് കേട്ടോ, ശ്രുതി എന്തിനിങ്ങനെ ചെയ്യണം. ശ്രുതി ഒരിക്കലും രേവതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ലെന്നുള്ളത് രേവതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്തോ ഒരു സംശയം തോന്നിട്ട് തന്നെ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പൊ സച്ചിക്കും ഇത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പൊ പാർലറട്ടതിയാണോ താലിമാല വിറ്റ് 2 ലക്ഷം രൂപ വീണ്ടും ബാമാൻറ്റിനെ കൊണ്ട് ഏൽപ്പിച്ചത്? രേവതി പറയുന്നുണ്ട്, അതേ സച്ചിയേട്ടാ, എന്റെ പേരിലുള്ള ചീത്തപ്പേരൊക്കെ മാറിക്കിട്ടണം, വീട്ടിൽ വഴക്കുണ്ടാവരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ബാമാൻറ്റി പറഞ്ഞു. സച്ചി ഉടനെ പറയുന്നുണ്ട്, എന്റെ പൊന്നു രേവതി, ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ കേൾക്കുന്നവന്മാര് പൊട്ടന്മാരായിരിക്കണം. പാർലറേട്ടത്തി നിനക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തുന്നോ? അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല രേവതി എന്നൊക്കെ തന്നെ സച്ചി പറയുന്നുണ്ട്. ഉടനെ രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി അവളങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ സച്ചി പറയുന്നുണ്ട്, എന്റെ രേവതി, വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ പ്രശ്നമൊന്നും അല്ലല്ലോ ഇത്. ഇതിനു മുമ്പ് ഇതിലും വലിയ എന്തോരം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒന്നും ഇണ്ടാതെ വേറെ നോക്കുകുത്തികളെ പോലെ നോക്കിയിരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതിലൊന്നും ഇടപെടാത്ത പാർലറേട്ടത്തി ഇതിൽ മാത്രം ഇടപെടാൻ എന്തോ ഒരു കാരണമുണ്ട്. ഇതിന്റെ പിറകിൽ വേറെന്തോ ഉണ്ട് രേവതി എന്നിങ്ങനെ സച്ചി പറയുക കേട്ടോ. വേറെ ഇനി എന്തുണ്ടാവാനാ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ അതങ്ങ് വിട്ടുകളാ എന്നിങ്ങനെ പറയാട്ടോ രേവതി. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ ഞാനൊരു വീട്ടിൽ നിന്ന് ഒരു സാധനം ആരും അറിയാതെ എടുക്കുക, അത് പിടിക്കപ്പെടും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും? ആ സാധനം ആരും അറിയാതെ ഞാൻ അവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ നോക്കുകയല്ലേ എന്നിങ്ങനെ നമ്മുടെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോഴേക്കും അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തൊക്കെയായി പറയുന്നേ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ഉറപ്പാ രേവതി, പാലറിട്ടത്തിൽ എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല ഇത് ചെയ്തേക്കുന്നത്. ഇതിപ്പോ അങ്ങോട്ടേക്ക് സഹായം ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, അതിലൊരു റീസൺ എങ്കിലും ഉണ്ട്. പക്ഷെ ഇതങ്ങനെയാണോ? അല്ല, പാർലറേട്ടത്തിൽ തന്നെ 2 ലക്ഷം രൂപ കൊണ്ട് ബാമാൻറ്റിയുടെ കയ്യിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ എന്തോ കളി നടന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ സച്ചി തറപ്പിച്ച് പറയുകയാണ്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അവള് ബാമാൻറ്റിയോട് പറഞ്ഞല്ലോ, വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേന്ന്. അവളത് ഉദ്ദേശിച്ചായിരിക്കും ചെയ്തേക്കുന്നേ. ഇനി സച്ചിയേട്ടൻ അതിന് പുതിയ കാരണങ്ങളൊന്നും കണ്ടെത്തണ്ടെന്നൊക്കെ പറയാട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടോ? അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല രേവതി. ആ ഓട്ടക്കാരനും പാർലറേട്ടത്തെയും അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയുള്ളൂ, അല്ലാതെ കുടുംബത്തെ പറ്റിയോ ഈ വീട്ടിലുള്ളവരെ പറ്റിയോ ഒന്നും ചിന്തിക്കാത്തവർ തന്നെയാ അവര്. അല്ലാതെ നിനക്ക് നല്ല പേര് വരാൻ വേണ്ടിയിട്ടൊന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെ സച്ചി പറയുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ട് രേവതി, ഞാൻ അത് ഉറപ്പായും കണ്ടുപിടിക്കും എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ സച്ചി. എന്നാൽ സച്ചിയേട്ടൻ പോയി കണ്ടുപിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രേവതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. പാർലറേട്ടത്തി എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി കിച്ചണിൽ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷയും രേവതിയും തമ്മിൽ ഇപ്പം അങ്ങനെ വലിയ പിണക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വർഷം ഓരോരോ കാര്യങ്ങൾ രേവതിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രുതി താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ രേവതി ശ്രുതിയെ കണ്ടുകൊണ്ട് തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, ആ ശ്രുതി, ഞാൻ നിന്റെ അടുത്തോട്ട് വരാനിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുക. അല്ല, എന്തിനാ രേവതി?
രേവതി എന്തിനാ എന്നെ കാണാൻ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി. അത് പിന്നെ വേറൊന്നും അല്ല ശ്രുതിയോട് ഇത് നന്ദി പറയാൻ വേണ്ടിയിട്ടായിരുന്നു പറയുകയാണ് രേവതി. ശ്രുതി ചോദിക്കുന്നുണ്ട്, നന്ദി പറയാനോ? എന്നോടോ? എന്തിനാ രേവതി എന്നോട് നന്ദി പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അല്ല ശ്രുതി കഴുതി കിടന്ന താലിമാല വിറ്റിട്ടല്ലേ 2 ലക്ഷം രൂപ ബാമാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം ആരോടും പറയരുത്, ആരും ഇത് അറിയരുതെന്ന് പറഞ്ഞാണ് ബാമാൻ്റെ അടുത്ത്. ആ കാര്യം ഇപ്പൊ രേവതി അറിഞ്ഞിരിക്കുന്നു. അപ്പൊ രേവതിയോട് ബാമാൻ്റെ എന്തായാലും ഈ കാര്യം പറഞ്ഞു എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. ശ്രുതി ഒരു അമ്പരപ്പോടെ തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല രേവതി എങ്ങനെ ഈ കാര്യം അറിഞ്ഞേന്ന്? എന്നോട് ബാമാൻ്റെയാ പറഞ്ഞതെന്ന് രേവതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ ബാമാൻ്റെയോട് ഞാൻ ഈ കാര്യം വേറെ ആരും അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ, എന്നിട്ട് അവര് രേവതിയോട് പറഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ ശ്രുതി. അപ്പൊ വർഷ ഇതൊക്കെ കേട്ടോണ്ട് ചിരിക്കാണ് കേട്ടോ. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല വർഷ എന്തിനാ ചിരിക്കുന്നേ? അപ്പൊ വർഷ പറയുന്നുണ്ട്, അല്ല ഞാൻ വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചതാ. എന്ത് കാര്യം ഓർത്ത് നീ ചിരിച്ചു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അല്ല ഞാനൊരു സൈക്കോളജി ഫാക്ട് വായിച്ചിട്ടുണ്ടേ, ഒരു പെണ്ണിനോട് ഒരു കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം അവളുടെ മനസ്സിലിരിക്കൂല. 15 മിനിറ്റിനകം അവൾ ആരോടെങ്കിലും പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പോലും പറ്റില്ല. ആ കാര്യമാണ് ഞാൻ വായിച്ചേ, ആ കാര്യമാണ് ഞാനിപ്പോൾ ഓർത്തത്. അതിപ്പോൾ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ വർഷ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, എന്തിനാ ശ്രുതി ആ 2 ലക്ഷം രൂപ ബാമാൻ്റെയെ ഏൽപ്പിച്ചത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നാലും എൻ്റെ പേരിലുള്ള ചീത്തപ്പേര് മാറാനും കുടുംബത്തിനകത്തുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും സമാധാനത്തോടെയും സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെ ചെയ്തെന്നൊക്കെ ബാമാജി എന്നോട് പറഞ്ഞു. അങ്ങനെയാണോ ശ്രുതി? എന്തായാലും ശ്രുതി ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും താലിമാല ഒന്നും വിൽക്കണ്ടായിരുന്നു എന്നിങ്ങനെ രേവതി പറയാട്ടോ. അപ്പോഴും ശ്രുതി ഇങ്ങനെ ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തൊരു കഷ്ടമായത്. ഈ ബാമാൻ്റെയോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞല്ലേ ആ കാശ് ഞാൻ ഏൽപ്പിച്ചത്. എന്നിട്ട് അവർ പൂ കൊടുക്കാൻ പോയപ്പോൾ തന്നെ രേവതിയോട് പറഞ്ഞിരിക്കുന്നു. ഇനി ഇത് ആരൊക്കെ അറിയും? ഇനിയിപ്പം ഞാൻ എന്തിനാ താലിമാല വിറ്റ് കാശ് കൊടുക്കാൻ പോയെന്നൊക്കെ ചോദിച്ചാൽ ഓരോ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകും. ഈ ബാമാൻ്റെയെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. രേവതി പറയുന്നുണ്ട്, അല്ല ശ്രുതി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല വെറുതെ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും, എന്തായാലും ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ സച്ചിയേട്ടനും അച്ഛനും അറിയാം. പിന്നെയും എൻ്റെ തലയിൽ കെട്ടിവെച്ച ഈ മോഷണക്കുറ്റം ഇല്ലാതാക്കാനും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടല്ലേ ശ്രുതി ഇങ്ങനൊരു നല്ല കാര്യം ചെയ്തത്. അതിനാണ് ഞാൻ ശ്രുതിയോട് നന്ദി പറഞ്ഞതെന്ന് രേവതി പറയുകയാണ്. ഇതിനിടയിലേക്ക് വർഷ കയറി പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചി ഒരു മിനിറ്റ്. ശ്രുതി ചേച്ചി കൊടുത്ത 2 ലക്ഷം രൂപയാണ് മോഷണം പോയ പൈസ എന്ന് പറഞ്ഞ് ബാമാൻ്റെ ആൻറ്റി ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ മോഷണം പോയ 2 ലക്ഷം രൂപ എവിടെ? ആ കാശ് ആരാ എടുത്തോണ്ട് പോയെന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ വർഷ ചോദിക്കാട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാം കഴിഞ്ഞപ്പോൾ ഇവളെ കൊണ്ടൊരു സമാധാനം ഇല്ലല്ലോ. ഇവളെന്താ വല്ല CBI വല്ലതും ആണോ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ? ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കി മിണ്ടാതിരുന്നാൽ പോരെ. ഇതിലൊക്കെ എന്തിനാ ഇവരിങ്ങനെ തലയിടാൻ നോക്കുന്നേ? ഇവരുടെ കാശ് ഇവർക്ക് തിരിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ ശ്രുതി. രേവതി ചേച്ചി അത് എടുക്കില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ അത് ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നിങ്ങനെ ശ്രുതിയോട് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെങ്ങനെ എനിക്കറിയാനാ വർഷ പറയുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അന്നത്തെ ദിവസം ആരൊക്കെ വീട്ടിൽ വന്നു എന്ന് ബാമാൻ്റെയോട് ചോദിച്ചിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ മതി. അതുവഴി നമുക്ക് ആളെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അവിടെ ക്യാമറകളൊക്കെ കാണുമല്ലോ. ബാമാൻ്റെ വീട്ടിൽ ക്യാമറ ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ ക്യാമറകൾ കാണും. ആ ക്യാമറയിലെ ഫുട്ടേജ് ഒക്കെ നോക്കിയാലും മതി. അന്ന് അവിടെ ആരൊക്കെ വന്നു പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുമ്പോഴേക്കും തന്നെ ശ്രുതിയുടെ മുഖത്തെ ഭാവം അങ്ങ് മാറുകയാണ്. ഇനി ഇത് ഇവളെ ചെകഞ്ഞ് ഇതിൽ വലിയൊരു പ്രശ്നം ആക്കുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടുന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടിട്ട് രേവതിയും വർഷയും അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. ശ്രുതി ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകാൻ നോക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അല്ല ശ്രുതി ചേച്ചി, നമുക്ക് ആ മോശമായ പൈസ എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഇനി അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആ മാല വിറ്റ് കാശ് കൊണ്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാൻ ആർക്കാ സമയമുള്ളേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആളെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ ഇപ്പം തന്നെ ബാമാൻ്റെയെ വിളിച്ചിട്ട് ലിസ്റ്റ് എടുക്കാൻ പോവാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. വേണ്ട വർഷേ, വെറുതെ ഇനിയും ഈ പ്രശ്നം ഇവിടെ വലിച്ചിടാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ബാമാൻ്റെയെ വിളിച്ച് അവിടെ ആർക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബാമാൻ്റെ ഉടനെ ആൻറ്റിയെ വിളിച്ച് പറയും. ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയാമല്ലോ. അങ്ങനെ ശ്രുതി അവിടുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്ന കാണുമ്പോൾ തന്നെ വർഷയ്ക്ക് നല്ല ഡൗട്ട് ആവുന്നുണ്ട്. ശ്രുതി അവിടുന്ന് പോയതിനു ശേഷം വർഷ രേവതിയോട് പറയുന്നുണ്ട്, അല്ല രേവതി ചേച്ചി, ഈ ശ്രുതി ചേച്ചിക്ക് ഇത് എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും സഹായം ചെയ്യുന്ന ആളല്ല ശ്രുതി ചേച്ചി. പ്രത്യേകിച്ച് രേവതി ചേച്ചിയുടെ തലയിൽ ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിന് സന്തോഷം കണ്ടെത്തുന്നവരാണ് ശ്രുതി ചേച്ചിയൊക്കെ.
എന്നിട്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ രേവതി ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു മാല വിറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ വർഷ. എനിക്കിതൊക്കെ കേട്ടിട്ട് ഇതിലെന്തോ ഒരു പന്തികേടുള്ള പോലെ തോന്നുന്നു. ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിയോട്. അപ്പോൾ രേവതി പറഞ്ഞിട്ട് എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല. ചിലപ്പോൾ ഇനി ശ്രുതി വിചാരിച്ച പോലെ ഈ വീട്ടിൽ ഇനി അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് ഓർത്തിട്ടാണെങ്കിലും അവൾ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ രേവതി പറയുമ്പോഴേക്കും വർഷം പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ രഹസ്യമുണ്ട് ചേച്ചി, അതെനിക്ക് ഉറപ്പാണ്. ഈ കാര്യം ചോദിച്ചപ്പോഴേക്കും ശ്രുതി ചേച്ചിയുടെ മുഖത്തെ ആ മട്ടും ഭാവമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. എന്തോ ശ്രുതി ചേച്ചി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ മുഖത്തൊരു പേടി ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഇതിനകത്ത് എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് ചേച്ചി എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനും ഇത് തന്നെയാണ് പറയുന്നത്. പാർലറേട്ടത്തി എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതെന്നാണ് സച്ചിയേട്ടനും ചോദിക്കുന്നത്. എനിക്ക് ഈ ശ്രുതി ചേച്ചിയെ നല്ല സംശയമുണ്ടെന്ന് വർഷ പറയുകയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്തായാലും നമ്മളിത് ഡിസ്കസ് ചെയ്തുവെന്ന് അവരാരും കേൾക്കണ്ട. അമ്മ കേട്ടാ ഇനി അത് മതി. എന്തായാലും വർഷ റൂമിലേക്ക് പൊക്കോന്നൊക്കെ തന്നെ രേവതി പറയുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി വരുമ്പോഴേക്കും തന്നെ വർഷ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേവതി സച്ചിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സച്ചി പറയാ, കണ്ടോ ഇപ്പൊ വർഷയ്ക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി. ആ ശ്രുതിയുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ശ്രുതിക്ക് മാത്രം നല്ലത് വരണമെന്നോ ഏത് നേരം പ്രാർത്ഥിച്ചോടെ നടക്കുന്ന ആളാ പാർലറെടുത്തി. അവന് ഗുണമുള്ള കാര്യം മാത്രമേ പാർലറെടുത്ത് ചെയ്യുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് പോലും നല്ലത് പറയാൻ അവളൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ളവള് നിനക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തോ ഒന്നും ഉണ്ട് രേവതി എന്നിങ്ങനെ സച്ചി ഉറപ്പിച്ച് പറയുകയാണ്. രേവതി പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല സച്ചിയേട്ടാ. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനൊന്നും നിൽക്കേണ്ട. നമുക്ക് അല്ലെങ്കിൽ തന്നെ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനൊന്നും നമുക്ക് സമയമില്ലല്ലോ, അതങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട് രേവതി. പാർലറെടുത്തിയാണോ ഇനി ആ 2 ലക്ഷം രൂപ ബാമാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക? ആ കാശ് മോഷണം പോയെന്ന് പറഞ്ഞ് അമ്മ ഇത്രയും പ്രശ്നങ്ങളോട് ഉണ്ടാക്കിയപ്പോൾ ഇനി അത് മറക്കാൻ വേണ്ടിയിട്ടാണോ അവരവരുടെ താലിമാല വിട്ടിട്ട് മാമാൻ്റെ കയ്യിൽ തന്നെ 2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തത്? എനിക്ക് നല്ല സംശയമുണ്ട്. മിക്കവാറും ഈ സംഭവം ഇതിങ്ങനെ തന്നെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ സച്ചി തറപ്പിച്ച് പറയുകയാണ്. എനിക്ക് ഉറപ്പാ രേവതി, ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ എനിക്ക് അവരെ നല്ല സംശയമുണ്ട്. അവർ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അവരെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പലരുടെ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ അറിയാനുണ്ട് രേവതി എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇതിങ്ങനെ വിട്ടിട്ടും കാര്യമില്ലല്ലോ, ഇപ്പം തന്നെ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ചെയ്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി എല്ലാവരെയും വിളിച്ചു വരുത്തിയാട്ടോ ഹാളിലോട്ട്. എല്ലാവരും ഒച്ചയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ചന്ദ്രയൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. എന്തിനാ നീ ഇങ്ങനെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നേ, മനുഷ്യന്റെ ചെവി പൊട്ടിപ്പോകുമല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയെ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രാവിലെ തന്നെ എന്നിങ്ങനെ സച്ചിയോട് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ 2 ലക്ഷം രൂപ ബാമാൻ്റെ വീട്ടിൽ നിന്ന് കളവ് പോയെന്ന് പറഞ്ഞില്ലേ, ആ കാണാതെ പോയ കാശ് ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയാട്ടോ സച്ചി. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ലെന്നോ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അപ്പൊ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല രവിയേട്ടാ, ഇവൻ എന്താ രാവിലെ തന്നെ വട്ടായോ, ഇവൻ എന്തൊക്കെ ഈ വിളിച്ചു പോകുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടിയല്ലോ, ആ കാശല്ലേ നിങ്ങൾ ബാമയുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ചത്, പിന്നെ ആ കാശ് കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, അവന് കിട്ടിയതൊന്നും പോരാ, ഇനി അവന് 2 ലക്ഷം രൂപ വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ പുതിയ നാടകമായിട്ട് വന്നേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ദേഷ്യപ്പെട്ട് തന്നെ സച്ചിയോട് ചോദിക്കുകയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നിക്ക് ഞാൻ പറയുന്നൊന്ന് നിങ്ങൾ ആദ്യം കേക്ക്. അച്ഛാ, മോഷണം പോയ 2 ലക്ഷം രൂപയല്ല ബാമാൻ്റെ ഞങ്ങൾക്ക് തന്നത്. ആ കാശ് കാണാതെ പോയത് തന്നെയാ, അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. പകരം ബാമാൻ്റെ തന്നത് ഏത് കാശാന്നറിയാമോ? ഈ പാർലറുടെ ബാമാൻ്റെ കയ്യിൽ കൊടുത്ത കാശാ ബാമാൻ്റെ ഞങ്ങൾക്ക് തന്നെന്നൊക്കെ ഉള്ളത് സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശ്രുതി കൊടുത്ത 2 ലക്ഷം രൂപയോ? ശ്രുതി എന്തിനാ ബാമയുടെ കയ്യിൽ 2 ലക്ഷം രൂപ കൊടുക്കണം? അപ്പൊ ചന്ദ്രയ്ക്കും സംശയമായിട്ട് ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ് കേട്ടോ. തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുവാണല്ലോ എന്ന് ഓർത്തിങ്ങനെ വിഷമിച്ച് തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ? നീ ബാമയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്തായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ രേവതിയാണ് കാശ് എടുത്തെന്ന് പറഞ്ഞ് ആൻറ്റി ഇവിടെ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അപ്പം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ആകട്ടെ എന്ന് ഓർത്താ ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറയുകയാണ്. അത് കേട്ടവാണ് ചന്ദ്ര എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ മരുമോളുടെ മനസ്സ് കണ്ടോ, എന്ത് നല്ല മനസ്സ് എൻ്റെ മരുമോക്ക്. എൻ്റെ ശ്രുതിമോളുടെ കയ്യിൽ ലക്ഷങ്ങളാ ഉള്ളത്. അതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാനായിട്ടെ അവൾ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഇറക്കും, അതിലൊന്നും ഒരു മടിയില്ല എൻ്റെ മരുമോക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് വാനോളം പുകഴ്ത്തുകയാണ്. അത് മാത്രമല്ലല്ലോ, സച്ചിക്കും രേവതിക്കും കൊടുക്കാനുള്ള 3 ലക്ഷം രൂപ പോലും അവരാ എനിക്ക് തന്നത്. എത്ര ഈസി ആയിട്ടാ അവരും കൊണ്ട് തന്നെന്ന് കണ്ടില്ലേ? പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ അവരെനിക്ക് കാശ് കൊണ്ട് തന്നു. ആ കാശ് അല്ലേടാ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നെ എന്നിങ്ങനെ സച്ചിയോട് ചോദിക്കുകയാണ്. അപ്പൊ സച്ചി രവിയോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കിതിലൊന്നും അത്ര വിശ്വാസം പോരച്ചാ. അച്ഛാ, ഞാനൊരു കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ഞാൻ എന്നാ ചെയ്യും? ഞാൻ ആ എടുത്ത സാധനം എന്താണോ അത് അവിടെ തിരിച്ചുകൊണ്ട് വെക്കുകയല്ലേ.
അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ഈ പാർലറട്ടത്തെയും ചെയ്തേക്കുന്നത്. എനിക്ക് സംശയമുണ്ട് പാർലറട്ടത്തിൽ തന്നെയാണോ ഭാമാൻ്റെ വീട്ടിൽ നിന്ന് കാശെടുത്തതെന്ന്. എന്നിട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട് ഇതുപോലൊരു കഥ മെനഞ്ഞുണ്ടാക്കിയതാ. എനിക്ക് ഉറപ്പാ പാർലറട്ടത്തിൽ തന്നെയാണ് ഭാമാൻ്റെ വീട്ടിൽ നിന്ന് കാശെടുത്തതെന്നൊക്കെ തന്നെ സച്ചി തറപ്പിച്ച് പറയുകയാണ്. എനിക്ക് ഉറപ്പാച്ചാ ഈ പാർലറട്ടത്തിൽ തന്നെയായിരിക്കും ഭാമാൻ്റെ വീട്ടിൽ നിന്ന് കാശെടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് പിടിക്കപ്പെടുമെന്ന് വന്നപ്പോഴേക്കുവേ മാല വിറ്റിട്ട് ഇവർ തന്നെ ആ കാശ് അവിടെ കൊണ്ടേ കൊടുത്തതായിരിക്കും. എന്നിട്ട് മോഷണം പോയ കാശ് തിരിച്ചു കിട്ടിയെന്ന് ഇവിടെ പറഞ്ഞിട്ടായിരിക്കും ഭാമാൻ്റെ ഇങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. ഇവർ ചെയ്ത് തെറ്റി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള സാഹസ്യം കാണിച്ചത്. എന്നിട്ട് രേവതിയുടെ തലയിലെ വീണ ഈ കുറ്റം മാറ്റാനും എന്നിട്ട് കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന്. എനിക്കിത് അങ്ങോട്ടേക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ എന്നിങ്ങനെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര എഴുന്നേറ്റ് പറയുന്നുണ്ട്, കണ്ടോ കണ്ടോ നീ എന്താണ് സച്ചി ഈ പറയുന്നത്? കണ്ടോ രവിയേട്ടാ ഇവൻ പറയുന്നത് കേട്ടോ, നീ എന്താടാ ഈ പറയുന്നത്? ശ്രുതിമോൾ എന്തിനാടാ 2 ലക്ഷം രൂപ മോഷ്ടിക്കുന്നത്? അവളുടെ കയ്യിൽ ലക്ഷങ്ങളാ വന്നു പോകുന്നത്, പിന്നെ എന്തിനാ അവള് കാശ് മോഷ്ടിക്കുന്നേ? ആ ഒരു സ്വഭാവമൊക്കെ നിന്റെ ഭാര്യയ്ക്കും അവളുടെ വീട്ടുകാർക്കും ആ ഉള്ളത്. നിന്റെ ഭാര്യ വീട്ടുകാരെ ഒരു കള്ളന്മാരുടെ കുടുംബം തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്നെ ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരിക കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ദേ അച്ഛാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രേവതിയോ രേവതിയുടെ വീട്ടുകാരോ കള്ളി എന്നൊക്കെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ ഇങ്ങനെ സച്ചി ദേഷ്യപ്പെട്ട് പറയുക. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയോട്, ചന്ദ്ര നീ ഒന്നും മിണ്ടാതിരിക്കേ, കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ രവീന്ദ്രൻ വീണ്ടും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ വെറുതെ 2 ലക്ഷം രൂപ ബാമയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത്? ആ കാശ് മോഷണം പോയതാണെങ്കിൽ നമുക്ക് ആ മോഷ്ടം ആരാന്നുള്ളത് കണ്ടുപിടിക്കായിരുന്നല്ലോ. പോലീസിൽ നമുക്ക് പരാതി കൊടുത്ത് മോഷ്ടിച്ച ആളെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, അതേ എങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അന്നത്തെ ദിവസം ബാമാൻ്റെ കാണാൻ ആരൊക്കെ വന്നു പോയി ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. ബാമാൻ്റെ വീട്ടിൽ ക്യാമറ ഇല്ലെങ്കിലും തൊട്ടടുത്ത വീട്ടിലൊക്കെ CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ. അത് വെച്ചിട്ടാണെങ്കിലും അന്ന് അവിടെ ആരൊക്കെ വന്നു പോയി എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസുകാർ അതൊക്കെ ചെയ്തോളും, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ 2 ലക്ഷം രൂപ ബാമാരിക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വർഷ പറയാട്ടോ. ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അന്ന് അങ്ങനെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. നമ്മുടെ വീടിനും രേവതിക്കും ഒക്കെ അല്ലേ അത് ചീത്തപ്പേരുണ്ടാക്കിയേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കാതെ ആ 2 ലക്ഷം രൂപ എടുത്ത് കൊടുത്തത്. ഈ പ്രശ്നം അങ്ങ് തീരുവാണെങ്കിൽ തീർന്നോട്ടെ എന്നൊക്കെ ഓർത്തോണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്ര ഉടനെ പറയുന്നുണ്ട്, കണ്ടല്ലോ എല്ലാവരും കേട്ടല്ലോ, എൻ്റെ മരുമകളുടെ ഗുണം എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാ കാശുള്ള വീട്ടിലെ മരുമക്കള്. ഇതുപോലൊരു മരുമകളെ കിട്ടാൻ വേണ്ടിയാ ഏതൊരു അമ്മമാരും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. അപ്പൊ രേവതി ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. കോടീശ്വരി ആണെങ്കിലും അതിൻ്റെ ഒരു അഹങ്കാരമോ ജാടയോ ഒന്നുമില്ല എൻ്റെ മരുമോക്ക്. എൻ്റെ മരുമകളുടെ നല്ല മനസ്സ് കാണാൻ നിനക്കൊന്നും അത്രയ്ക്ക് ബുദ്ധിയായിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചിയെ രേവതിയും കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കാണ് കേട്ടോ ചന്ദ്ര. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഓ കോടീശ്വരി ആയിട്ടായിരിക്കും അല്ലേ കഴുത്തിലെ താലിമാല പോലും ഊരി വിറ്റത്? എൻ്റെ അമ്മേ, കോടീശ്വരി ആയിട്ടാണോ പാടാറാട്ടത്തിൽ കഴുത്തി കിടന്ന താലിമാല ഊരി വിറ്റത്? ലക്ഷങ്ങൾ കയ്യിലുണ്ടെങ്കിൽ പിന്നെ കഴുത്തി കിടക്കുന്ന താലിമാല ഊരി വിറ്റിട്ട് ബാമാരിക്ക് എന്തിനാ 2 ലക്ഷം രൂപ കൊടുത്തേ എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്ന് ആലോചിക്കാണ് കേട്ടോ. സച്ചി ഇത് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒരു സംശയമാകുകയാണ്. ചന്ദ്ര ഉടനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ നിസ്സഹായ അവസ്ഥയോടെ ചന്ദ്രയെ നോക്കുക. എന്നിട്ട് ചന്ദ്ര സച്ചിയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ പാർലറാട്ടത്തിന്റെ കഴുത്തിലോട്ടൊന്ന് നോക്ക്, ആ കിടക്കുന്ന മാലയുണ്ടല്ലോ അതൊക്കെ കവറിങ്ങാ. പാർലറാട്ടത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല പാർലറാട്ടത്തിൽ വിറ്റു, എന്നിട്ട് ആ 2 ലക്ഷം രൂപ ബാമാരിക്ക് കൊടുത്തെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാണ് ശ്രുതിയെ. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളെ ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല കവറിങ്ങാണോ? നീ നിന്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല വിറ്റോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആകെ ഇങ്ങനെ പരുങ്ങയാണ് കേട്ടോ. അത് പിന്നെ ഇല്ല ആന്റി, ഈ സച്ചി വെറുതെ ഓരോന്ന് പറയുന്നതാ, സച്ചി വെറുതെ ഓരോന്ന് സംശയിച്ച് ഇങ്ങനെ പറയുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഏയ് ഞാൻ സംശയിച്ച് പറയുമൊന്നും അല്ല, ഇവള് തന്നെ ബാമാലിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ, അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മ ആ മാലയൊന്ന് ഉറച്ചു നോക്കുക, അപ്പൊ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവുമെന്ന് പറയുകയാണ് സച്ചി. അപ്പൊ വീണ്ടും ശ്രുതി ഇങ്ങനെ പതറി നിൽക്കുകയാണ്. ചന്ദ്രയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായതല്ലേ. അപ്പം ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയേ, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഞാൻ പറഞ്ഞല്ലോ ഈ കുടുംബത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ മോളെ നിന്റെ താലിമാല വിൽക്കുന്നേ? അതും ഈ രേവതിക്ക് വേണ്ടിയിട്ടോ, ഈ പൂ കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണോ മോളെ നീ നിന്റെ താലിമാല കൊണ്ടുപോയി വിറ്റത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിന്റെ കുട്ടി കാശുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതിയായിരുന്നല്ലോ, എന്തിനാ നീ താലിമാല ഊരി വിൽക്കാൻ പോയത്? നീ മലേഷ്യക്കാരൻ കോടീശ്വരന്റെ മകളല്ലേ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ നേരെ നിൽക്കുകയാണ് ചന്ദ്രമതി.
അപ്പോൾ ശ്രുതി വീണ്ടും ആൻറ്റി അത് പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ആദ്യം പറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ആ കാശ് എടുത്തതും പാലാറേട്ടത്തെയാണ്, തിരിച്ചു കൊടുത്തതും പാലാറേട്ടത്തെയാണ്. എന്നാൽ അതിനിടയിലേക്ക് കിടന്ന് പെട്ടുപോയത് എൻ്റെ രേവതി മാത്രമാണ്. പിടിക്കപ്പെടുമെന്ന് ആയപ്പോഴേക്കുവേ പാലാറേട്ടത്തി ബുദ്ധിപരമായിട്ട് നീങ്ങിയതാ. മാല കഴുതി കിടന്ന മാല കൊണ്ടേ വിറ്റിട്ട് ബാമാൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് അവിടെ നല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് കുടുംബത്തിലെ പ്രശ്നം തീർക്കാനാണ്, രേവതിയുടെ തലയിൽ വീണ മോഷണക്കുറ്റം മാറ്റാനാണ് എന്നൊക്കെ പറഞ്ഞ ബാമാൻ്റിനെ കാശ് തിരിച്ച് ഏൽപ്പിച്ചത്. അതൊന്നും ഞങ്ങൾ അറിയില്ലെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ചന്ദ്രമതി അവിടെ ഇരുന്നോണ്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ അപ്പോൾ എൻ്റെ 2 ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയത് ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ കാശ് കട്ടുകൊണ്ട് പോയ ആരാണെങ്കിലും ഞാൻ അവരെ വെറുതെ വിടത്തില്ല, ഞാൻ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യും, അതാരാണ് എടുത്തെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിക്കും എന്നൊക്കെ തന്നെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ച് പോവുകയാണ് കേട്ടോ. ശ്രുതി ഉടനെ പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി വേണ്ട, പോലീസ് പരാതി ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കണ്ടു വെച്ചാൽ പോലീസ് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പാലാറേട്ടത്തിയുടെ മുഖം മാറുന്നു കണ്ടോ, പാലാറേട്ടത്തിക്ക് അറിയാം എന്താ സംഭവിച്ചതെന്ന്, പാലാറേട്ടത്തി എന്നെ പറയട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയാന്ന്. ശ്രുതി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നിവർത്തിയില്ലാതെ ചന്ദ്രനോട് പറയുകയാണ്. ഇത് കേട്ട പാടെ ചന്ദ്ര അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ വെളിച്ചത്ത് വരികയാണ്. സച്ചി പറയുന്നുണ്ട്, ശ്രുതിയും ഒക്കെ ഫ്രോഡാന്ന് പറയുമ്പം നിങ്ങൾ ആരും ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലല്ലോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. പലരിടത്ത് നിന്ന് കരയാണ് കേട്ടോ. എല്ലാ കളികളും ഇതുപോലെ വെളിച്ചത്താവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ലായിരുന്നു. ശ്രുതിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായേ, കാരണം ഇത്രയും നാളും കോടീശ്വരിയായ മരുമോളാന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. അപ്പൊ അവളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതുപോലെ ഒരു തിരിച്ചടി കിട്ടിയപ്പോഴേക്കും ചന്ദ്രമതി ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് നല്ല മുട്ട മണി തന്നെ തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.